Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് വെരിഗേറ്റഡ് ലീഫ് പ്ലാന്റ്സിനെയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഗാർഡൻ മനോഹരമാക്കുവാൻ വേണ്ടി ഈ ഒരു പ്ലാന്റ്സ് ധാരാളം മതി. കാരണം പൂക്കളില്ലെങ്കിലും ഈ ഇലകളുടെ ഭംഗി മാത്രം മതി നമ്മുടെ ഗാർഡൻ എപ്പോഴും നല്ല മനോഹരമായിട്ടിരിക്കും. ഇത്തരത്തിലുള്ള ഒരു 10ൽ കൂടുതൽ വെരിഗേറ്റഡ് ലീഫ് പ്ലാന്റ്സ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് റിബൺ ഗ്രാസ് എന്നറിയപ്പെടുന്ന സ്പൈഡർ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. ഇതിന് സാധാരണ സ്പൈഡർ പ്ലാന്റ് പോലെയല്ല, കിഴങ്ങ് പോലെയാണ് ഇതിൻ്റെ റൂട്ട് ഉണ്ടാവുക. ഈ കിഴങ്ങിൽ തന്നെ വെള്ളം ശേഖരിച്ച് വെച്ചിട്ട് എത്ര കാലം വേണമെങ്കിലും ഇത് കേടുകൂടാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഞാൻ ഇവിടെ താൽക്കാലികമായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിൽ മണ്ണിൽ നട്ടതല്ല, ഇത് ഒരു പോട്ടിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് പിഴുതെടുത്തിട്ട് വെച്ചതാണ്. ഇതിപ്പോൾ ഏകദേശം 2 മാസത്തോളമായി ഇങ്ങനെ വെച്ചിട്ട് യാതൊരു കേടും സംഭവിച്ചിട്ടില്ല. കണ്ടില്ലേ, ഈ ഒരു റൂട്ട്, ഈ ഒരു ട്യൂബ് പോലുള്ള റൂട്ടിൽ ഇതിന് ജലാംശം ഉണ്ടാവും. അതുമാത്രം മതി ഇത് വളരാൻ വേണ്ടി. പിന്നെ ഇത് ഇൻഡോറിലും നമുക്ക് സെറ്റ് ചെയ്യാം, സ്പൈറൽ ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കൂടുതൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണിത്. ഇത് അരേലിയ വെരിഗേറ്റഡ് ആണ്. ഇന്നത്തെ എല്ലാ ഗാർഡനിലും നമുക്ക് കാണാൻ പറ്റും. ഇത് കുറ്റിച്ചെടി പോലെ നിൽക്കുന്ന അരേലിയയുടെ വെറൈറ്റി ആണ്. ഇതിൻ്റെ മുന്നേ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ ചെറിയൊരു കട്ടിങ്സ് മതി, നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കുവാൻ പറ്റും. അതുപോലെ മണ്ണിലും വെള്ളത്തിലും ഗ്ലാസ് ജാറിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് റൂട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ മണ്ണിലോട്ട് മാറ്റാം. അല്ലാതെ ഡയറക്റ്റ് മണ്ണിലോട്ട് നട്ടാലും നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇതിൻ്റെ ഗ്രോത്ത് മഴക്കാലത്താണ് കൂടുതൽ ഉണ്ടാവുന്നത്. അതുപോലെ വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും ഒട്ടും നശിക്കാത്ത, എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കൂടുതലായിട്ട് കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്ത ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഇലകളൊന്നും പെട്ടെന്ന് നശിക്കുന്നതല്ല. അതുപോലെ ഇത് ഇൻഡോറിലും നമുക്ക് വെക്കാൻ പറ്റും. ബ്രൈറ്റായിട്ട് ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് മാറ്റി വെക്കണം എന്നേ ഉള്ളൂ. അതുപോലെ മഴക്കാലത്ത് ഇതിൻ്റെ ഗ്രോത്തും അതുപോലെ ശാഖകൾ പൊട്ടി വരുന്ന ആ സമയത്ത് നമുക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ നല്ല ബുഷിയായിട്ട് നിൽക്കും. ഇത് ഞാൻ പ്രൂൺ ചെയ്യാത്തതാണ്, എങ്കിലും ഇത് നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു ചെടി സ്പൈഡർ പ്ലാന്റിൻ്റെ വെറൈറ്റി ആണെന്ന് പറയുന്നു. പക്ഷേ സ്പൈഡർ പ്ലാന്റ് പോലെയല്ല, ഇതിൻ്റെ ഇലകൾക്ക് നല്ല കട്ടിയാണ്. ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയാണ്. തൊട്ടാൽ തന്നെ നല്ല ഒരു സിൽക്കി ആയിട്ടുള്ള ഒരു ലീഫാണ്, നല്ല കട്ടിയുണ്ട്. അതുപോലെ ഇതിൻ്റെ റൂട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ പുതിയ തൈ പിടിപ്പിച്ചെടുക്കുന്നത്, പൊട്ടി വരുന്നത്. അല്ലാതെ സ്പൈഡർ പ്ലാന്റ് പോലെ ആ ഒരു തൈയിൽ നിന്നും പുതിയ ഒരു കമ്പ് വന്ന് അതിൽ ചെറിയ തൈകളുള്ള ആ ഒരു രീതിയല്ല. ഇത് കണ്ടാൽ അറിയാം, നല്ല ഒരു ലെങ്ത്തിലാണ് ഇതിൻ്റെ ഇലകളിരിക്കുന്നത്. നല്ല വൈറ്റും ഗ്രീനും കലർന്നിട്ടുള്ള നല്ലൊരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ശരിക്കും ഇതിൻ്റെ പേര് വേറെന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇത് നമുക്ക് ഇൻഡോറിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. മുന്നേ ഞാൻ ഇൻഡോർ പ്ലാന്റിൽ വീഡിയോ ചെയ്തപ്പോൾ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സ്പൈഡർ പ്ലാന്റിൻ്റെ മറ്റ് വെറൈറ്റികളേക്കാൾ കൂടുതൽ കാലം നശിക്കാതെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. കൂടാതെ ഇത് പിഴുതെടുക്കാൻ തന്നെ നല്ല പ്രയാസമാണ്. നല്ല റൂട്ടുകളൊക്കെ നല്ല കട്ടിയോടുകൂടിയുള്ള റൂട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് നശിക്കില്ല. ഇതിപ്പോൾ 3 വർഷത്തോളമായി എൻ്റെ കയ്യിലുണ്ട്. ഒട്ടും കേട് പറ്റാതെ വളരുന്നൊരു പ്ലാന്റാണത്. ഈ ഒരു പ്ലാന്റ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് അംബ്രല്ല പ്ലാന്റ് എന്നാണ്. ഇത് ഡ്വാർഫ് അംബ്രല്ല ട്രീ എന്നാണ് സയൻറ്റിഫിക് നെയിം. ഇത് കണ്ടില്ലേ, ഒരു ചെടിയിൽ തന്നെ 2 തരം ലീവ്സാണ്. ഒന്ന് വെരിഗേറ്റഡ് ലീവ്സാണ്, അതുപോലെ ഫുൾ ഗ്രീൻ ലീവ്സും കാണാം. നല്ല ബ്രൈറ്റ് സൺലൈറ്റ് ലഭിക്കുന്ന ഭാഗത്താണെങ്കിൽ ഇതിന് പെർഫെക്റ്റ് വെരിഗേറ്റഡ് കളറ് ലഭിക്കുന്നതാണ്. ഒരു ചെടിയിൽ തന്നെ 2 തരത്തിലുള്ള ഇലകളായിരിക്കും. ഇത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ 5 വർഷത്തോളമായി ഈ പ്ലാന്റ്. ഇതുവരെ ഇതിൽ ഫ്ലവേഴ്സൊന്നും വന്നിട്ടില്ല. വെറും മണ്ണിൽ വളർത്തുകയാണെങ്കിൽ പ്രത്യേകിച്ച് വളങ്ങളോ കെയറിങ്ങോ ഒന്നും വേണ്ടാത്ത നല്ലൊരു പ്ലാന്റാണിത്. പോട്ടിൽ വളർത്തുമ്പോൾ നമുക്ക് പോട്ടിലെ മണ്ണ് ഡ്രൈ ആയിരിക്കുമ്പോൾ മാത്രം നനച്ച് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല.
അത്യാവശ്യം ഹൈറ്റിൽ വളരുകയും ചെയ്യും. ഇത് പ്രൂൺ ചെയ്തിങ്ങനെ നിർത്തിയാൽ നല്ല ഭംഗിയിൽ ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. അതുപോലെ ഇതിൻ്റെ തണ്ടുകൾക്ക് നല്ല കട്ടിയാണ്. അതുകൊണ്ട് പോട്ടിൽ വളർത്തുന്നവർ പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വലിയ പോട്ട് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് യഥാർത്ഥത്തിലുള്ള സ്പൈഡർ പ്ലാന്റ് തന്നെയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു നടുഭാഗത്ത് നിന്നും ഇങ്ങനെ തണ്ട് വന്നിട്ട് അതിൽ നിറയെ ചെറിയ തൈകൾ ഉണ്ടാവും. അതാണ് നമ്മൾ പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതാണ് ശരിയായിട്ടുള്ള സ്പൈഡർ പ്ലാന്റ്. ഇതിൻ്റെ ലീഫ് നല്ല വെരിഗേറ്റഡ് ലീഫാണ്. ഇത് അഗ്ലോണിമയുടെ വെറൈറ്റിയാണ്. മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ട്. സിൽവർ ക്യൂൻ എന്ന വെറൈറ്റിയാണ്. ഇത് കലാത്തിയയുടെ ഒരു വെറൈറ്റിയാണ്. കലാത്തിയ എല്ലാ ചെടികളും മിക്ക ചെടികളും ഈ ചട്ടിയിൽ പറ്റി വളരുന്നവയായിരിക്കും. പക്ഷേ ഈ ഒരു വെറൈറ്റി നല്ല ഹൈറ്റിൽ വളരുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് വെറും മണ്ണിലും ഇത് നട്ട് പിടിപ്പിക്കാവുന്നതാണ്. ഈ ഒരു ഇലയുടെ അടിഭാഗം വന്നിട്ട് ഒരു പേർപ്പിൾ കളറാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഗ്രീനും വൈറ്റും ഉള്ള ഒരു കളറാണ്. നല്ല ഒരു വെറൈറ്റിയാണിത്. ഇത് ചട്ടികളിൽ വളർത്തുന്നവർ ശ്രദ്ധിക്കണം. ചട്ടി പൊട്ടുവാൻ സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം റൂട്ടാണ് ഇതിന് നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള റൂട്ടായിരിക്കും. അപ്പോൾ ചെറിയ പോട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോട്ട് പൊട്ടാൻ സാധ്യതയുണ്ട്. ഇതൊരു ഫേൺ വെറൈറ്റിയാണ്. നല്ല ഒരു ഫേൺ വെറൈറ്റിയാണിത്. ഒരു വെരിഗേറ്റഡ് ലീഫാണിതിന്. വളരെ തിന്നഡായിട്ടുള്ള ഒരു ലീഫാണ്. ഇത് നമുക്ക് മണ്ണിലും വളർത്താം, അതുപോലെ ചട്ടിയിലും വളർത്താം. ഫേണിൻ്റെ മറ്റ് വെറൈറ്റി പോലെ ഇത് പെട്ടെന്ന് നശിക്കാത്ത ഒരു വെറൈറ്റിയാണ്. അതുപോലെ മണ്ണിലാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും വേണ്ടാത്ത ഒരു പ്ലാന്റാണ്. വേനൽക്കാലത്ത് പോലും ഞാൻ നനച്ച് കൊടുക്കാത്ത ഒരു പ്ലാന്റ് കൂടിയാണിത്. അപ്പോൾ വളരെ ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇത് ഇപ്പോൾ നല്ല ലൈറ്റ് ആയതുകൊണ്ട് എന്താണെന്നറിയില്ല, ഇതിൻ്റെ പെർഫെക്റ്റ് കാണുന്നില്ല. ഇത് കലേഡിയം പ്ലാന്റാണ്. ഇത് പ്രത്യേകിച്ച് ഞാൻ വാങ്ങിച്ചതൊന്നുമല്ല, വീട്ടു വളപ്പിൽ തന്നെ ഉള്ളതാണ്. വൈറ്റും അതുപോലെ ഗ്രീനുമുള്ള നല്ലൊരു കളറാണ്. അപ്പോൾ ഇതും ഒരു കലേഡിയം വെറൈറ്റിയാണ്. ഇത് നമുക്ക് പോട്ടിലൊക്കെ വളർത്താൻ വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതും ഞാൻ വീട്ടു വളപ്പിൽ നിന്നും ശേഖരിച്ചിട്ടുള്ളതാണ്. ഇത് ഒരു പുതിയ പ്ലാന്റാണ്. ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇത് എനിക്ക് പുതിയ ഒരു വെരിഗേറ്റഡ് ലീഫ് പ്ലാന്റ് കിട്ടിയതാണ്. അപ്പോൾ ഇത് നട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഫിറ്റോണിയ നെർവ് പ്ലാന്റ് ആണ്. ഇത് മുൻപ് ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് അത്യാവശ്യം കെയറിങ് വേണ്ട ഒരു പ്ലാന്റ് ആണ്. മഴയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകും. ഇതൊരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ്. യെല്ലോ നിറത്തിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുന്ന ഭാഗത്തോട്ട് വെച്ച് കഴിഞ്ഞാലും ഇലകൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് എൻജോയ് പോത്തോസ് ആണ്. പോത്തോസിൻ്റെ വെറൈറ്റിയാണ്. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും അതുപോലെ ഔട്ട്ഡോറിലും ഈസി ആയിട്ട് വളർത്തിയെടുക്കുവാൻ പറ്റും. ഇതിൻ്റെ കട്ടിങ്സിൽ നിന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വെള്ളത്തിലും നമുക്കിത് റൂട്ട് പിടിപ്പിച്ചെടുക്കുവാൻ പറ്റും. എൻജോയ് പോത്തോസ് അതുപോലെ നല്ലൊരു ക്ലൈംബിംഗ് പ്ലാന്റും അതുപോലെ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റും പിന്നെ നല്ലൊരു ഇൻഡോർ പ്ലാന്റും കൂടെയാണ്. ഇത് നമുക്ക് ഇങ്ങനെ പടർത്തിയെടുത്തതിന് ശേഷം ഈ ലീഫ് നോട്ട്സിൻ്റെ അടിയിൽ റൂട്ടുകൾ വന്നത് കാണാം. ആ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈ നട്ട് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇത് സ്പൈഡർ പ്ലാന്റ് അല്ല, ഇത് പാൻഡനസ് വേച്ചി എന്ന ഒരു വെറൈറ്റിയാണ്. സ്പൈഡർ പ്ലാന്റിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെയാണ് പുതിയ തൈ വരുന്നത്. അതുപോലെ ലീഫ് തൊട്ട് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ അടിഭാഗത്ത് ചെറിയ ഒരു മുള്ളു പോലെ തോന്നും. ഇത് നല്ലൊരു ബോർഡർ പ്ലാന്റ് കൂടെയാണ്. നല്ല ഭംഗിയിൽ മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന, നന്നായിട്ട് ഫ്രഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് ലക്കി ബാമ്പുവിൻ്റെ വെറൈറ്റിയാണ്. മുൻപ് ഞാൻ ലക്കി ബാമ്പുവിൻ്റെ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയ പോട്ടിൽ പോലും നമുക്ക് വളർത്തിയെടുക്കുവാൻ പറ്റും. അതുപോലെ ഇൻഡോറിലും വെള്ളത്തിലും വളർത്തിയെടുക്കുവാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ തൈകൾ വരും. അല്ലാതെ നമുക്ക് സ്റ്റെം കട്ട് ചെയ്തിട്ട് പുതിയ തൈ പിടിപ്പിച്ചെടുക്കാവുന്നതുമാണ്. വെള്ളത്തിൽ വെച്ച് റൂട്ടുകൾ വന്നതിന് ശേഷം ഇങ്ങനെ പോട്ടിലോട്ട് മാറ്റി നടാവുന്നതാണ്. കൂടുതൽ ഹൈറ്റിൽ വളരാത്ത ഒരു ലക്കി ബാമ്പു വെറൈറ്റിയാണിത്.
ഈ പ്ലാന്റ് അറിയപ്പെടുന്നത് ആർഡിസിയ ജപ്പോണിക്ക എന്നാണ്. ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗം കണ്ടില്ലേ, നല്ല റെഡ് കളറായിരിക്കും. അതുപോലെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ്, വൈറ്റും അതുപോലെ ഗ്രീനും. അടിഭാഗത്ത് നല്ല റെഡ് കളറും കാണാം. അപ്പോൾ നല്ലൊരു പാർഷ്യൽ ഷെയ്ഡിലായാലും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഇത് അരേലിയയുടെ വെറൈറ്റിയായ ഡിന്നർ പ്ലേറ്റ് അരേലിയയാണ്. അരേലിയയുടെ മുൻപ് ഞാൻ കാണിച്ച വെറൈറ്റിയിൽ നിന്ന് അല്പം വ്യത്യാസമാണ്. ഇതിൻ്റെ ലീഫ് അല്പം വട്ടം കൂടിയതാണ്. അതുപോലെ അതിൽ ഫുള്ളായിട്ട് വൈറ്റ് മിക്സ് ആണെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് മാത്രമേ വൈറ്റ് കളർ കാണുകയുള്ളൂ. ഇത് മിറർ ബുഷ് എന്നറിയപ്പെടുന്ന ഒരു വെരിഗേറ്റഡ് ലീഫ് പ്ലാന്റ് ആണ്. അപ്പോൾ എൻ്റെ വെരിഗേറ്റഡ് ലീഫ് പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് ഫോർ വാച്ചിങ്.